ധർമ്മപുത്രർക്ക് ചെയ്യാൻ വയ്യാത്ത കാര്യങ്ങൾ കൃഷ്ണൻ ചെയ്തു എന്നിരിക്കും, ചെയ്യും. അത് ലോകത്തിനുള്ള ഉപദേശമല്ല. അത് ലോകത്തിനുള്ള ഉപദേശം ഭഗവത്ഗീത കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് സുഖമുണ്ടാവും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അവിടെ ലംഘനത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. അത് അർജുനനെ ചൊടിപ്പിക്കാനുള്ള ഒരു ഞൊടുക്ക് വിദ്യയായിരുന്നു. അയാൾ ചൊടിക്കുകയും ചെയ്തു ഇത് 2 പ്രാവശ്യമായപ്പോൾ. അങ്ങനെയാണ് ഭീഷ്മരെ കൊല്ലാൻ അയാൾ മനസ്സുകൊണ്ട് ഉറയ്ക്കുന്നത്. പിന്നെ ഭഗവത്ഗീത ഉപദേശിച്ചതുകൊണ്ട് മാത്രം അയാൾക്ക് കൊല്ലണമെന്ന് തോന്നിയില്ല. പിന്നെയും അയാളുടെ ഉഴപ്പൻ യുദ്ധമായിരുന്നു. അതിന് വാക്ക് പറഞ്ഞിരിക്കുന്നത് മൃദുയുദ്ധമെന്നാണ്. ഒരു കളിയുദ്ധം ചെയ്തുകൊണ്ട് അങ്ങനെ നിന്നു. ഇങ്ങോട്ട് വരുന്നതിനൊക്കെ തടുത്ത് നിൽക്കുക എന്നുള്ളതല്ലാതെ ആക്രമിച്ച് മുന്നേറിയില്ല. ഇയാളെ ആക്രമിച്ച് മുന്നേറ്റാൻ വേണ്ടി ചെയ്ത ഒരു തന്ത്രമായിരുന്നു എന്ത്? അത് ധാർമ്മികമായ തന്ത്രവുമാണ്. അതിന് ധർമ്മശാസ്ത്രങ്ങളുടെ അനുവാദവുമുണ്ട്. 2 പ്രാവശ്യം ഭീഷ്മൻ്റെ നേരെ ചാടിക്കൊണ്ട് ചെന്നു. ഭീഷ്മരെ പരമാവധി അധിക്ഷേപിക്കുകയും ചെയ്തു. നീയാണ് ദുഷ്ടന്മാർക്കെല്ലാം കാണപ്പെട്ട ദൈവമെന്ന് പറഞ്ഞു ഭീഷ്മരോട് ഭഗവാൻ. അപ്പോൾ ഭീഷ്മരുടെ ആരാധകന്മാരൊക്കെ അവിടെ പോയി.